ഹലോ, ഇന്ന് നമ്മൾ പോകുന്ന ബർഗർ ഡാഡിയിലോട്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബർഗർ ഡാഡി സ്മോക്ക് ഹൗസിലെ ഫുഡ് ഇപ്പോൾ എൻ്റെ കറണ്ട് ഒബ്സഷനാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞാൽ ബ്രിസ്ക്കറ്റ് റൈസാണ്. അപ്പോൾ അത് ശരിക്കും മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും സ്ലോ കുക്ക് ചെയ്ത് ഒത്തിരി നേരം വെച്ചിട്ടെടുക്കുന്നൊരു ഡിഷാണ് കേട്ടോ. ശരിക്കും ഭയങ്കര ടേസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ്. അതിൻ്റെ കൂടെ ഞാൻ മേപ്പിൾ സിറപ്പായിരിക്കും എല്ലായ്പ്പോഴും തന്നെ വാങ്ങിക്കുന്നത്. ഇതിപ്പോൾ ജെയ്സൺ ചേട്ടൻ ചിക്കൻ റൈസാണ് ഇന്ന് ഓർഡർ ചെയ്തത്. അവർ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ശരിക്കും അത് മാറിപ്പോയി. അപ്പോൾ എൻ്റെ ഇതിനകത്തുനിന്ന് കുറച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഇഷ്ടമല്ല എൻ്റെ ഫുഡിനകത്തുനിന്ന് എടുത്ത് കഴിക്കുന്ന, എന്നാലും ഞാൻ കുറച്ച് നേരം അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഇത് എനിക്ക് തന്നെ കിട്ടി. അങ്ങനെ ഞാനും ടേസ്റ്റ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ഫുഡാണ്. അത് ചൂടായിട്ട് തന്നെ കഴിക്കണം കേട്ടോ. അതിൻ്റെ കൂടെ സ്പ്രൈറ്റ് ആണ് ഞങ്ങൾ മേടിച്ചത്. പിന്നെ എന്തുവായിരുന്നു, ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഉള്ള ഈ ഫുഡും കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ അതിനകത്ത് അവിടെ വെച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അതിന് 2 ദിവസം മുന്നേ ആർച്ച എൻ്റെ ഫ്രണ്ട്, അവളോട് ഞാൻ പറഞ്ഞായിരുന്നു ഇവിടുത്തെ ഫുഡിനെ കുറിച്ച്. ഞാൻ ഫുഡ് കൊണ്ടുപോയപ്പോഴത്തേക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ അവൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിനെക്കുറിച്ച് ഭയങ്കര തള്ളി മറിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നോക്കുമ്പോൾ ഈ ആർച്ചയും ഫാമിലിയും ഇങ്ങോട്ട് കയറി വരുന്നു. ഞങ്ങൾ ശരിക്കും കണ്ട് ഇവരെയും കൂടെ കണ്ടോ എന്നുള്ളൊരു ഭയങ്കര ഒരു അത്ഭുതത്തോടു കൂടി ഇരിക്കണം. പിന്നെ അവളും എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നു. അങ്ങനെ അവർ പക്ഷേ ടേക്ക് അവേയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ അവരത് മേടിക്കാനായിട്ട് ഞങ്ങളിവിടെ വന്ന് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് കമ്പനി ഉണ്ടായിരുന്നു. ഹാറിൻ പക്ഷേ ഉറങ്ങിപ്പോയി കേട്ടോ. അവൾക്ക് ഇതൊന്നും കഴിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ ഇതും കഴിച്ചു. പിന്നെ ജെയ്സണിൻ്റെ അതിനകത്തുനിന്ന് ചിക്കൻ റൈസിൽ ചിക്കനും കുറച്ച് ഇത് ചെയ്തു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് അവരുടെ ഈ ബോർഡിലേക്കൊക്കെയാണ് കേട്ടോ നോക്കുന്നത്, ഇനിയും വേറെ എന്തൊക്കെയാണ് ട്രൈ ചെയ്യാനുള്ളതെന്ന്. പക്ഷെ എന്നാലും മൊത്തത്തിലങ്ങ് കഴിച്ച് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷേ മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഇവിടുത്തെ. അങ്ങനെ അതും കഴിച്ച് പുറത്തോട്ടിറങ്ങിയപ്പോൾ ഭയങ്കര മഴ.